ഇപ്പോൾ സുരേഷ് ഗോപി രാവിലെ ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം രാത്രി 10:30 മാധ്യമങ്ങളോട് സംസാരിക്കുക. ചേച്ചിമാർ രണ്ടുപേരും എത്തും. ഇത് കഴിഞ്ഞ് അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണമെന്നുള്ളതാണ്. നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും, കുർബാനയുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന രീതിയിൽ വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം ഒന്ന് ആലോചിച്ച് ഇടവക വികാരിയായിട്ട് ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിക്കും. സർജറി അമ്മേനെ അറിയിച്ചിട്ടില്ല. അത് ആ റൂമിൽ TV ഒന്നും വയ്ക്കത്തില്ല എന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല. ഒരു മൈനർ ക്രാക്കേ ഉള്ളൂ ഹിപ്പിൽ. അത് ഞാൻ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു. കൈക്കത് ഒരു സ്ട്രിങ്ങോ റോപ്പോ വെച്ചൊന്ന് ചെയ്യേണ്ടത് മൈനറല്ല, പക്ഷെ എന്നാലും അങ്ങനെ ആശങ്കപ്പെടാനൊന്നുമില്ല. ഇന്ന് സർജറി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്നില്ല ചടങ്ങുകൾ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? എല്ലാം പുറകിൽ കിടന്നവർ ഉറങ്ങുമായിരുന്നു. ഒരു ലോറി ഒരു സ്പോട്ടിൽ ഇടിച്ച് അതിനുശേഷം സ്റ്റിയറിംഗ് ലോക്കായി വന്ന് അവരുടെ അതും ബാക്ക് സൈഡിലേക്ക് ഇടിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഫ്രണ്ടിലിരുന്നവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. ബാക്കിലുണ്ടായിരുന്ന 3 പേർക്കാണ്. ഓക്കെ. ശരി, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ഷൈൻ ടോം ചാക്കോയെ തൃശ്ശൂർ എത്തിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ സർജറി ഉണ്ടാവില്ല. പിന്നെ ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബാക്ക് സീറ്റിൽ ഇരുന്നവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ, അതിൽ നീ ഷൈൻ്റെ സഹോദരിമാർ വിദേശത്താണ്, അപ്പോൾ അവരെത്തിയതിന് ശേഷമാകും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കുടുംബം കടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു സുരേഷ് ഗോപി.